നമസ്കാരം. ബോളിവുഡ് താരം ശില്പ ഷെട്ടിയുടെ ഭർത്താവാണല്ലോ ഇപ്പോൾ വിവാദ താരം. പക്ഷേ ശില്പ ഷെട്ടി ഇപ്പോൾ വീണ്ടും ഗൂഗിൾ സെർച്ചിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത്? പക്ഷേ അത് അവരുടെ ഭർത്താവ് രാജ് കുന്ദ്രയുടെ നീലചിത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇതിനു മുൻപും രാജ് കുന്ദ്ര വിവാദ നായകനായി മാറിയിട്ടുണ്ട്. ശില്പ ഷെട്ടിയും ഭർത്താവ് രാജ് കുന്ദ്രയും ഇപ്പോൾ ഒരുപോലെ തന്നെ വിവാദ നായകരായി മാറിയിരിക്കുന്നു. 50-ൽ എത്തി നിൽക്കുന്ന ശില്പ ഷെട്ടിയെക്കുറിച്ച് ശില്പ ഷെട്ടിയെ പോലെ സുന്ദരിയായിരിക്കുക എന്നൊരു പരസ്യ വാചകം തന്നെയുണ്ട്. അത് വെറുതെ പറയുന്നതല്ല, മറിച്ച് അവർ സ്വപ്രയത്നത്തിലൂടെ തന്നെ നേടിയെടുത്ത ഒരു പരസ്യ വാചകമാണ്. കഴിഞ്ഞ വർഷവും ഫെമിന മാഗസിൻ ഇന്ത്യ ബ്യൂട്ടി ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് അവരാണ്. മധ്യവയസ്സിലും സൗന്ദര്യവും ആരോഗ്യവും എങ്ങനെ സംരക്ഷിക്കാം എന്നതിൻ്റെ ഉദാഹരണമായാണ് ശില്പ ഷെട്ടിയെ വിലയിരുത്തപ്പെടുന്നത്. ഇന്നും റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായും ഫാഷൻ ഫിറ്റ്നസ് ഐക്കണുമായൊക്കെ അവർ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനിടയിലാണ് ഭർത്താവ് രാജ് കുന്ദ്രയും വിവാദ നായകനായി മാറുന്നത്. ബോളിവുഡിലെ ഡെവിൾ എന്നാണ് രാജ് കുന്ദ്ര അറിയപ്പെടുന്നത് തന്നെ. പ്രണയവും ചതിയും ജയിൽവാസവും പീഡന വിവാദവും ഒക്കെയായി സംഭവ ബഹുലമാണ് കുന്ദ്രയുടെ ജീവിതം. കുന്ദ്ര നടത്തിയ നീലചിത്ര നിർമ്മാണവും ബിറ്റ്കോയിൻ തട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലും അടക്കമുള്ളവയുടെ പേരിലാണ് ഇപ്പോൾ അയാൾ വിവാദ നായകനായി മാറിയിട്ടുള്ളത്. നവംബർ 29-ന് രാജ് കുന്ദ്രയുടെ വീട്ടിലും ഓഫീസുകളിലും കേസിൽ ഉൾപ്പെട്ട ചിലരുമായി ബന്ധപ്പെട്ട യുപിയിലെ വിവിധ നഗരങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതായത് ED റെയ്ഡ് നടത്തിയിരുന്നു. ഇപ്പോൾ കുന്ദ്രയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതോടെ ബോളിവുഡിൽ പുതിയ വിവാദങ്ങളുമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബാസിഗർ, മേം കിലാടി, തു അനാരി, ഹംഗാമ 2 അടക്കമുള്ള ഹിറ്റ് ചിത്രങ്ങളുടെ പേരിലോ ലോക പ്രശസ്തമായ റിയാലിറ്റി ഷോ ബിഗ് ബ്രദറിലെ വിജയ് എന്ന പേരിലോ ഒന്നുമല്ല ഗൂഗിൾ സെർച്ചിൽ ഇപ്പോൾ ശില്പ ഷെട്ടി വരുന്നത് എന്നത് കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അത് ബോളിവുഡിലെ ഡെവിളിന്റെ ഭാര്യ എന്ന രീതിയിൽ തന്നെയാണ്. പക്ഷേ അപ്പോഴും ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ശില്പ ഷെട്ടി തൻ്റെ ഭർത്താവിനെ തള്ളി പറഞ്ഞിട്ടില്ല. ശില്പയെ വിവാഹം കഴിക്കുമ്പോൾ രാജ് കുന്ദ്ര യുവസമ്പന്നരായിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യൻ പൗരന്മാരിൽ 108-ാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്. രാജ് കുന്ദ്ര എന്ന പേര് ആദ്യമായി ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത് IPL വാതുവയ്പ് കേസിലുമാണ്. രാജസ്ഥാൻ റോയൽസ് ഉടമയായ രാജ് കുന്ദ്രയ്ക്ക് അന്ന് വാതുവയ്പുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ BB മിശ്ര വ്യക്തമാക്കിയത്. മലയാളി താരം ശ്രീശാന്ത് അടക്കം കുറ്റാരോപിതരായ ഈ സംഭവം ഇന്നും വിവാദമാണ്. ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജസ്ഥാൻ റോയൽസ്, ചെന്നൈ സൂപ്പർ കിങ്സ് ടീമുകളെ IPL-ൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ഇതിൽ ഒരു തുമ്പും വാലും ഉണ്ടായിട്ടില്ല എന്നത് മറ്റൊരു വസ്തുത. പക്ഷേ കുന്ദ്ര ഇപ്പോഴും ആ വിവാദ നായകനായി ഷെയ്ഡി ക്യാരക്ടറായി തന്നെ തുടരുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ നീലചിത്ര നിർമ്മാണ മാഫിയയാണ് രാജ് കുന്ദ്രയുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് പിടികൂടിയത് എന്നത് നമ്മൾ മറക്കരുത്. ഒന്നും രണ്ടുമല്ല, 2000 കോടിയുടെ ഇടപാടാണ് ഇതിന്റെ പേരിൽ നടന്നിട്ടുള്ളത്. നീലചിത്രങ്ങൾക്കായി ഹോട്ട് ഷോട്ട്സ് എന്ന ഒരു OTT പ്ലാറ്റ്ഫോം തന്നെ രാജ് കുന്ദ്ര തുടങ്ങി. രാജ്യത്തെ ആദ്യത്തെ 18+ ആപ്ലിക്കേഷൻ എന്നായിരുന്നു ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്. വിവിധ താരങ്ങളുടെ നഗ്ന ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടുന്നതായിരുന്നു ആപ്ലിക്കേഷൻ. സബ്സ്ക്രിപ്ഷനോടെ ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഇത്. സമൂഹ മാധ്യമങ്ങളിൽ കൂടിയുള്ള പരസ്യങ്ങളിലൂടെ നിരവധി പേരാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തത്. സബ്സ്ക്രിപ്ഷനിലൂടെ വരുമാനം കുത്തനെ വർദ്ധിക്കുകയും ചെയ്തു. ഒരു ദിവസം 8 ലക്ഷം വരെ വരുമാനം ഇതിലൂടെ രാജ് കുന്ദ്ര സമ്പാദിച്ചിരുന്നുവെന്നാണ് പോലീസിന്റെ റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്നാൽ പെട്ടെന്നുണ്ടായ വളർച്ചയിൽ ആപ്ലിക്കേഷനെതിരെ അന്വേഷണം എത്തും എന്ന് ഉറപ്പായപ്പോൾ ഉടമസ്ഥാവകാശം ലണ്ടനിലുള്ള തന്റെ സഹോദരി ഭർത്താവ് പ്രദീപ് ബക്ഷിയുടെ കെന്റീൻ എന്ന സ്ഥാപനത്തിലേക്ക് മാറ്റി. പക്ഷേ പോൺ കണ്ടന്റ് മൂലം പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറും ഈ ആപ്ലിക്കേഷൻ തള്ളി. എന്നാൽ നീലചിത്ര നിർമ്മാണം മാത്രമല്ല കുന്ദ്ര നടത്തിയത്, മറിച്ച് പോൺ വ്യവസായത്തിന്റെ മറവിൽ പീഡനം കൂടി നടത്തി. സിനിമാ മോഹികളായിട്ടുള്ള നിരവധി പേരാണ് ഇവരുടെ കെണിയിലകപ്പെട്ടത്. ഓഡിഷൻ എന്ന് പറഞ്ഞ് ആദ്യം വിളിക്കുകയും
ഷൂട്ട് ചെയ്യുകയുമാണ് പതിവ്. പിന്നീട് വെബ് സീരീസ് ആണ് എന്ന് പറഞ്ഞ് നഗ്ന ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യും. ഇതിനെ എതിർക്കുന്ന സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പരാതിയിൽ പറയുന്നു. മുംബൈയിലെ മഡ് ഐലൻഡിൽ വെച്ചാണ് ചിത്രീകരണങ്ങളൊക്കെ നടന്നിരുന്നത്. ലോക്ക്ഡൌണിലും പല സിനിമ വെബ് സീരീസുകളുടെയൊക്കെ ചിത്രീകരണ ഹബ്ബായി മാറിയ ഇടങ്ങളിൽ ഒന്നാണ് മുംബൈയിലെ മഡ് ഐലൻഡ്. ഇവിടം കേന്ദ്രീകരിച്ചായിരുന്നു നീലചിത്ര നിർമ്മാണവും നടന്നിരുന്നത്. 5-6 പേരടങ്ങുന്ന ടീമുകളായി എത്തിയാണ് ചിത്രീകരണം എന്നാണ് പോലീസ് പറയുന്നത്. ഇവിടെ ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങൾ ട്രാൻസ്ഫർ വഴി ലണ്ടനിലേക്ക് അയച്ചു കൊടുക്കും. അവിടെ നിന്നായിരുന്നു ചിത്രങ്ങൾ OTT പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. രാജ് കുന്ദ്രയ്ക്കെതിരെ പീഡന പരാതിയുമായി ബോളിവുഡ് നടിയും മോഡലുമായിട്ടുള്ള ഷെർലിൻ ചോപ്ര പരസ്യമായി തന്നെ രംഗത്ത് വന്നിരുന്നതുമാണ്. ലൈംഗികമായി രാജ് കുന്ദ്ര പീഡിപ്പിച്ചു എന്നതാണ് കേസ്. ഭാര്യ ശില്പ ഷെട്ടിക്കും സഹോദരിക്കും സംഭവത്തിൽ പങ്കുണ്ടെന്നും ഷെർലിൻ പരാതിയിൽ പറഞ്ഞിരുന്നു. ഷെർലിന്റെ പരാതിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ശില്പ ഷെട്ടിയും പറഞ്ഞിരുന്നു. ജുഹു പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയതിന് പിന്നാലെ അഭിഭാഷകനും ഒത്തെത്തി അവർ വാർത്താ സമ്മേളനം വിളിച്ചത്. കുന്ദ്ര തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഷെർലിൻ പറയുന്നത്. അനുമതിയില്ലാതെ തന്നെ രാജ് കുന്ദ്ര ചുംബിച്ചുവെന്നും ഷെർലിൻ ആരോപിച്ചു. ശില്പ ഷെട്ടിയുമായുള്ള വിവാഹ ജീവിതം സുഖകരമല്ലെന്നാണ് രാജ് കുന്ദ്ര തന്നോട് പറഞ്ഞതെന്നും ഷെർലിൻ ചോപ്ര വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. താൻ പരാതി പറയുമെന്ന് വന്നതോടെ ജീവിതം തകർക്കുമെന്ന് രാജ് കുന്ദ്ര ഭീഷണിപ്പെടുത്തി. ഇവർ വീട്ടിൽ അതിക്രമിച്ചു കയറി. കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വീട്ടിൽ വന്നത്. JL സ്ട്രീമിന്റെ ബ്രാൻഡ് അംബാസിഡർമാരാണ് ശില്പ ഷെട്ടിയും സഹോദരി ഷമിത ഷെട്ടിയും. തന്നോട് ഫിറ്റ്നസ് സംബന്ധമായ വീഡിയോ ചെയ്യാനായിരുന്നു ആവശ്യപ്പെട്ടത്. പക്ഷെ നടന്നത് പോൺ ആണെന്ന് ഇവർ പറയുന്നു. ഈ കേസിലും കാര്യമായ നടപടികളൊന്നും ഉണ്ടായതുമില്ല. പോൺ നിർമ്മാണം മാത്രമാണോ അല്ലെങ്കിൽ പീഡനം മാത്രമാണോ ഈ ഉഡായിപ്പ് നിർമ്മാതാവിന്റെ തൊഴിൽ എന്ന് ചോദിച്ചാൽ അത് അവിടെയും നിൽക്കില്ല. ബിറ്റ്കോയിൻ തട്ടിപ്പിലും രാജ് കുന്ദ്രയുടെ പേര് ഉയർന്നു കേട്ടു. ഈ കേസിലും കോടികളുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടി. ഏകദേശം 100 കോടിയുടെ അടുത്ത് വരുന്ന സ്വത്തുക്കളാണ് താര ദമ്പതിമാർക്ക് നഷ്ടപ്പെട്ടത്. 2017 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 6600 കോടി രൂപ മൂല്യമുണ്ടായിരുന്ന ബിറ്റ്കോയിൻ രാജ് കുന്ദ്ര സ്വന്തമാക്കിയെന്ന് EDയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ബിറ്റ്കോയിനിൽ നിക്ഷേപിച്ചാൽ പ്രതിമാസം 10% ലാഭം വാഗ്ദാനം ചെയ്താണ് ഇവർ പണം മുടക്കിയവരെ കബളിപ്പിച്ചത്. പരാതികളുടെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്ര പോലീസും ഡൽഹി പോലീസും ചേർന്നാണ് അന്വേഷണം നടത്തിയത്. ശേഷം EDയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി താര കുടുംബത്തിനടക്കം നടപടിയെടുക്കുകയായിരുന്നു. ശില്പ ഷെട്ടിയുടെ ഉടമസ്ഥതയിലുള്ള മുംബൈ ജുഹുവിലെ വീടും പൂനെയിലെ ബംഗ്ലാവും രാജ് കുന്ദ്രയുടെ പേരിലുള്ള ഓഹരികളും ഉൾപ്പെടെ 97.8 കോടി രൂപ മൂല്യമുള്ള സ്വത്തുക്കളാണ് ED കണ്ടുകെട്ടിയത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2002 കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് താരങ്ങൾക്കെതിരെ നടപടി എടുത്തതെന്നും വ്യക്തമാവുന്നു. പരാതിക്കാരനായ അമിത് ഭരദ്വാജിൽ നിന്ന് 285 ബിറ്റ്കോയിനുകൾ രാജ് കുന്ദ്ര കൈപ്പറ്റുകയായിരുന്നു. നിലവിൽ 150 കോടി രൂപയുടെ മൂല്യം വരുന്ന ബിറ്റ്കോയിനുകൾ രാജ് കുന്ദ്രയുടെ കൈവശമുള്ളതായി കണക്കാക്കപ്പെടുന്നുണ്ട്. 2021 അശ്ലീല സിനിമകൾ നിർമ്മിച്ചതിന്റെ പേരിൽ ശില്പ ഷെട്ടിയുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. മാസങ്ങളോളം ജയിലിൽ കഴിഞ്ഞതിനു ശേഷമാണ് സുപ്രീം കോടതിയിൽ നിന്ന് രാജ് കുന്ദ്രയ്ക്ക് ജാമ്യം ലഭിക്കുന്നത്. അന്നു മുതൽ കുന്ദ്ര മുഖം മുഴുവൻ മറയ്ക്കുന്ന തരത്തിൽ മാസ്ക് ധരിച്ചാണ് പുറത്തിറങ്ങിയത്. ഇതും മുംബൈ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. അതും മറ്റാരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ വളരെ വിചിത്രമായ മാസ്കുകളാണ് രാജ് കുന്ദ്ര എപ്പോഴും ധരിക്കാറുള്ളത്. തനിക്കെതിരെയുള്ള മാധ്യമ വിചാരണയെ തുടർന്ന് മനം നൊന്തായിരുന്നു അത്രേ രാജ് കുന്ദ്ര അത്തരമൊരു നീക്കം നടത്തിയത്. ഇത്രയൊക്കെ ആരോപണങ്ങൾ വന്നിട്ടും കുന്ദ്രയുടെ കേസുകളിൽ തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് ശില്പ ഷെട്ടി പ്രതികരിച്ചത്. ഭർത്താവിന്റെ ബിസിനസ് കാര്യങ്ങളെക്കുറിച്ച് താനൊന്നും സംസാരിക്കാറില്ല എന്നാണ് അവർ പറയാറുള്ളത്. പക്ഷേ അപ്പോഴും അവരുടെ മൗനം സംശയാസ്പദം തന്നെയാണ്. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരുമിച്ച് നിന്നവരാണ് ശില്പയും കുന്ദ്രയും. നീലചിത്ര നിർമ്മാണ കേസിൽ രാജ് കുന്ദ്ര അകത്തായിരുന്ന സമയത്ത് ശില്പ വിവാഹബന്ധം അവസാനിപ്പിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഭർത്താവിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കുകയാണ് നടി ചെയ്തത്. ഇത് എന്തിനാണെന്നാണ് ചോദ്യം ഉയരുന്നതും. അതിനിടെ കുന്ദ്രയുടെ ബിനാമിയാണ് ശില്പയെന്നും ആരോപണമുണ്ട്. സഹോദരിയും നടിയുമായ ഷമിത ഷെട്ടിയുടെ പേരിലും കുന്ദ്ര കോടിക്കണക്കിന് നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നാണ് ആരോപണം. നന്ദി.